ആദ്യം ശ്രീ കെ എം ഷാജഹാൻ, ഇതിപ്പോൾ ഈ പിണറായി സ്തുതി ഗീതങ്ങൾ എന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. നേരത്തെ കാരണഭൂതൻ അതൊരു മെഗാ തിരുവാതിരയുടെ രൂപത്തിൽ വന്നപ്പോൾ വളരെയധികം ചർച്ച ചെയ്തതാണ്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്, വ്യക്തിപൂജ. അത് അംഗീകരിക്കാനാവില്ല, വ്യക്തിപൂജ നടത്തി ആർക്കും ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല എന്ന്. ഈ ഗാനത്തെയും ഇന്ന് ഉയർന്നു കേട്ട ഈ ഗാനത്തെയും അതൊരു സ്തുതി ഗാനമായി CPM അംഗീകരിക്കുന്നില്ല, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും അംഗീകരിക്കുന്നില്ല. ഇല്ല മഞ്ജുഷ, ഈ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി നെയ്യാറ്റിങ്കര കേന്ദ്രീകരിച്ചൊരു വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ സമാധിയായി എന്ന് പറയുന്നു, അയാളെ കൊണ്ടുവന്നൊരു കല്ലറയിൽ വെക്കുന്നു. അപ്പോൾ അതിൻ്റെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിവാദങ്ങൾ നടന്നുകൊണ്ടിരുന്നതിനിടയിൽ ഹൈക്കോടതിയിൽ ഈ വിഷയം ചെന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് ചോദിച്ചു. ഡെത്ത് സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ മകൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ സമാധിയായതാണ്, പിന്നെ എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ് തരുന്നത്? സമാധിയായ ആൾക്ക് എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ്? അപ്പം ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ സൈദ്ധാന്തികനും കവിയുമായിട്ടുള്ള KC ഉമേഷ് ബാബു ഉണ്ട്. അദ്ദേഹവുമായി ഇന്ന് എൻ്റെ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ വിശദമായൊരു അഭിമുഖം അദ്ദേഹവുമായി നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഈ മതം മൂത്ത് കേരളീയർ ഭ്രാന്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. മതം മൂത്ത് ഭ്രാന്ത്, അതാണ് ഉമേഷ് ബാബു ആ അഭിമുഖത്തിൽ ഹാർപ്പ് ചെയ്യാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇന്ന് ഞാനിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വേറൊരു സുഹൃത്തിനടുത്ത് പറയുമ്പോഴത്തേക്ക് ആ സുഹൃത്ത് പറഞ്ഞ ഷാജാന ശരിയാണ്, മതം മൂത്ത് ഭ്രാന്ത് കയറിയിരിക്കുകയാണ് നെയ്യാറ്റിൻകരയിൽ. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പാർട്ടി ഭ്രാന്ത് മൂത്ത് പിന്നെ കുറേ പേർക്ക് ഭ്രാന്തായി എന്നുള്ളതാണ് നമ്മൾ ഇപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ VS അച്യുതാനന്ദനായിരുന്ന കാലഘട്ടത്തിൽ ഈ വ്യക്തിപൂജയെക്കുറിച്ചിട്ടൊക്കെ എത്ര അവജ്ഞയോടുകൂടിയും പുച്ഛത്തോടുകൂടിയും പരിഹാസത്തോടു കൂടിയുമാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ആലോചിച്ച് നോക്കി. അന്ന് VS അച്യുതാനന്ദൻ്റെ പടം പല പോസ്റ്ററുകളിലൊക്കെ വന്നപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പിണറായി വിജയന് ഏതാണ്ട് ഒരുമാതിരി ഭ്രാന്താവുകയായിരുന്നു. അന്ന് പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞൊരു കാര്യമാണ്, വ്യക്തിപൂജ എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെയോ അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ പ്രത്യശാസ്ത്രത്തിന് അന്യമാണ് എന്ന്. അന്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടിയിൽ നമുക്കറിയാം അതിനകത്ത് വ്യക്തികളില്ല, അതിനകത്ത് പാർട്ടി മാത്രമേ ഉള്ളൂ, അതിനകത്ത് പാർട്ടി നേതാക്കന്മാരില്ല. പക്ഷെ VS പലപ്പോഴും ഇങ്ങനെയായിരുന്നുവല്ലോ, കണ്ണേ കരളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഒരു ആരാധന മൂത്തുള്ള മുദ്രാവാക്യങ്ങളായിരുന്നുവല്ലോ. അതിനെയാണല്ലോ താങ്കൾ ഉദാഹരിച്ചത് ഇവിടെ, അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അന്നതുണ്ടായി. അന്നത് എങ്ങനെയാണ് ഉണ്ടായത്? അന്ന് സ്വാഭാവികമായി ജനങ്ങളുടെ ഇടയിൽ നിന്ന്, ജനങ്ങളോടൊപ്പം ഇരകൾക്കൊപ്പം നിന്ന് ഉജ്ജ്വലമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തിയതിനെ തുടർന്ന് ജനങ്ങൾക്ക് അവരുടെ ഇടയിൽ നിന്നുണ്ടായ ആവേശത്തിൻ്റെ ഭാഗമായി അവർ പല സ്ഥലങ്ങളിലും VS അങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ നമുക്ക് ഇതുമായി എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഇന്ന് പാട്ടെഴുതിയ വ്യക്തി തന്നെ, അദ്ദേഹത്തിന്റെ പേര് പുന്നത്തൂർ ചിത്രസേന, ഒരു സർക്കാർ ജീവനക്കാരനാണ്. അല്ല, സർക്കാർ ജീവനക്കാരൻ, റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാരനാണ്, അല്ലേ? പിന്നീട് അദ്ദേഹത്തിന് ഒരു താൽക്കാലിക നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉപകാരസ്മരണ എന്ന രീതിയിൽ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. അദ്ദേഹം ഇതിനെ ഈ വീരാരാധന എന്ന രീതിയിലല്ലെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഒരു ഭരണ നേട്ടമൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾക്കെല്ലാം കാവലായാളായി നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എഴുതി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആ ആരാധന മൂത്തുള്ള പുന്നത്തൂർ ചിത്രസേനന്റെ വാക്കുകൾ. പൂവത്തൂർ ചിത്രസേന. ഇങ്ങനൊരു പാട്ടെഴുതാൻ കാരണം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് P. ഹണി അതേ എന്നോട് പറഞ്ഞ്, നമ്മുടെ സുവർണ ജൂബിലി മന്ദിരത്തിന് ഉദ്ഘാടനമാണ്, ഒരു വിപ്ലവഗാനം എഴുതണം, അത് പിണറായി സാഹിബിനെ പറ്റി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ടാണ് എഴുതിയത്. ഈ കവിത എഴുതുമ്പോൾ എഴുതാൻ തുടങ്ങുന്ന തലമല്ല എഴുതി വരുമ്പോഴുണ്ടാകുന്നത്. ഇത് പിണറായി സാഹിബ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മുന്നിൽ കാണുന്നത് നമ്മുടെ ഒരു രക്ഷിതാവായിട്ടാണ്. നമ്മുടെ വീട്ടിൽ ഒരു ഇല്ലായ്മയാണ്, അപ്പോൾ പട്ടിണിയാണെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത വീട്ടിൽ പോയി നമ്മൾ എന്തെങ്കിലും തെരഞ്ഞുകൊണ്ട് വന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കുമല്ലോ. അതുപോലെ നമ്മുടെ പിണറായി സാഹിബ് അടുത്ത രാജ്യങ്ങളിൽ പോയി അവിടെ നിന്നുള്ള സമ്പത്ത് കൊണ്ടുവന്ന് ഇവിടുത്തെ പാവങ്ങൾക്ക് കൊടുക്കുന്ന നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യന് വേണ്ടി ഒരു കവിതയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ കവിയായിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങനെ എഴുതിയത്? അഡ്വക്കേറ്റ് BN ഹസ്കർ, ഈ
കവി ചിത്രസേനൻ